നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വാടക മാത്രമല്ല, UAE മിക്ക സ്കൂളുകളും ഫീസ് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. വീട്ടുവാടകയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർധനയിൽ നട്ടം തിരിയുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് സ്കൂൾ ഫീസ് വർധനവ് കൂടി പ്രാബല്യത്തിൽ വന്നത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇത് പ്രവാസികളുടെ കുടുംബ ബജറ്റിനെ വലിയ രീതിയിൽ താളം തെറ്റിക്കുന്നുണ്ട്. 2-3 കുട്ടികൾ പഠിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ ഇനത്തിൽ വൻതുക അധികമായി ഇനി കണ്ടെത്തേണ്ടി വരും. ഇതോടെ കുറഞ്ഞ ഫീസുള്ള മറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ മാറ്റി ചേർക്കാനാകുമോ എന്നാണ് ചിലർ നോക്കുന്നത്. എന്നാൽ അപേക്ഷകരുടെ എണ്ണം കൂടിയതോടെ കുറഞ്ഞ ഫീസുള്ള സ്കൂളിൽ പ്രവേശനം കിട്ടുക പ്രയാസകരമാണ്. ഫീസ് വർദ്ധിപ്പിക്കാൻ മത്സരിക്കുന്ന സ്കൂളുകൾ പക്ഷേ നിലവാരമോ സൗകര്യങ്ങളോ മെച്ചപ്പെടുത്താനായി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പ്രവാസി കുടുംബങ്ങൾ പറയുന്നത്. വഴിപാട് പോലെ ക്ലാസ് എടുത്ത് ബാക്കി വിദ്യാർത്ഥികളോട് സ്വയം പഠിക്കാനാണ് പല അധ്യാപകരും ആവശ്യപ്പെടുന്നത് എന്ന പരാതിയുമുണ്ട്. ഒന്നിച്ചു ജീവിക്കാനുള്ള മോഹവും നാട്ടിൽ മറ്റാരും സഹായത്തിനില്ലാത്തവരും ഏറെ കഷ്ടപ്പെട്ടാണ് കുടുംബത്തെ ഇവിടെ നിർത്തുന്നത്. സാധാരണ കുടുംബങ്ങളിൽ 2 പേർ ജോലിക്ക് പോയാൽ പോലും ചെലവ് കൂട്ടിമുട്ടാത്ത വിധം ഉയർന്നിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ചില കുടുംബങ്ങൾ മാർച്ചോടെ കുടുംബത്തെ നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ്. പലരും തുടരുന്നില്ലെന്ന സ്കൂളിനെ അറിയിച്ചും കഴിഞ്ഞു. ഏതാനും വർഷമായി ജീവിത ചെലവ് അടിക്കടി ഉയരുകയാണ്. മിക്ക കെട്ടിടങ്ങളും വാടക 5% മുതൽ 10% വരെ ഉയർത്തി. അവശ്യ സാധനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിക്കുക മാത്രമല്ല, തൂക്കവും അളവും കുറച്ചതും പ്രവാസികളുടെ ബജറ്റിനെ താളം തെറ്റിച്ചു. എന്നാൽ ഏതാനും വർഷമായി വർദ്ധിക്കാത്തത് ശമ്പളം മാത്രമാണെന്നാണ് പ്രവാസി കുടുംബങ്ങൾ പറയുന്നത്. ഭക്ഷണ ചെലവ് ചുരുക്കിയും വിനോദത്തിന് പുറത്തു പോകുന്നത് ഒഴിവാക്കിയുമാണ് പലരും ഇതിൽ മിച്ചം പിടിക്കുന്നത്. സ്കൂൾ ഫീസ്, അതുപോലെ ബസ് ഫീസ്, യൂണിഫോം, പുസ്തകം തുടങ്ങി അനുബന്ധ ഫീസുകളെല്ലാം കൂടി വർദ്ധിച്ചതോടെ ഒരു കുട്ടിക്ക് 15,000 രൂപ അധികമായി ഇനി പ്രവാസി കുടുംബങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഗ്രേഡ് അനുസരിച്ച് കൂടുതൽ ഫീസ് ഈടാക്കുന്നതിനാൽ 3 കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് വർഷത്തിൽ 1,00,000 രൂപ അധികമായി ഇതിൽ കണ്ടെത്തേണ്ടി വരും. അതേസമയം UAE വിവിധ എമിറേറ്റിലെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ നിലവാര പരിശോധനയിൽ സ്കൂളുകളുടെ പ്രകടനം അനുസരിച്ചാണ് ഫീസ് വർധനയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത്. നിലവിലെ ഫീസിൽ 2% മുതൽ 5% വരെ വർധനയ്ക്ക് അനുമതി ലഭിച്ച സ്കൂളുകളുമുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ്, വെരി ഗുഡ്, ഗുഡ്, ആക്സെപ്റ്റബിൾ, അതുപോലെ വീക്ക്, വെരി വീക്ക് എന്നിങ്ങനെ തരം തിരിച്ചാണ് ആനുപാതിക ഫീസ് വർധനയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ തൃപ്തികരമല്ലാത്തത് മോശം വിഭാഗത്തിലുള്ള സ്കൂളുകളുടെ ഫീസ് വർധനയ്ക്ക് ഷാർജ എമിറേറ്റ് അനുമതി നൽകിയിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.